അപ്പോൾ അർജുനും മീനും ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അർജുൻ ഇങ്ങനെ മനസ്സിലെ പ്രണയം മീനിനോട് എങ്ങനെ പറയുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. അങ്ങനെ അർജുൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തായാലും ഇന്ന് ഇവളോടത് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ ഒരു ധൈര്യം കിട്ടുന്നില്ലല്ലോ. എങ്ങനെ ഞാനത് അവളോട് പറയും? പറഞ്ഞേ പറ്റുള്ളൂ. പറഞ്ഞാൽ അവളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവൾ സ്വീകരിച്ച ജീവിതത്തിൽ അതിനേക്കാൾ വലിയ സന്തോഷമില്ല. എന്നെയും പ്രണയിക്കുന്നുണ്ടാവുമായിരിക്കും അവൾ. മീനും അങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്തായിരിക്കും അർജുൻ പറയാൻ പോകുന്നത്? എന്തായിരിക്കും ആ സർപ്രൈസ്? എന്ത് പറ്റി, ഭയങ്കര സൈലൻ്റ് ആണല്ലോ എന്ന് ചോദിക്കുകയാണ് അർജുനോട്. അപ്പോൾ അർജുൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഓ, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോകാമെന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. പിന്നെ പറഞ്ഞ് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്, സർപ്രൈസ് ഉണ്ടെന്ന്. എന്നിട്ടിപ്പോൾ കടലും ആഘോഷം നോക്കി ഇരിക്കുകയാണല്ലോ, ഒന്നും പറയുന്നുമില്ല. അപ്പോൾ അർജുൻ പറയാണ്, പറയാം, പറയേ. പെട്ടെന്ന് അർജുൻ ഇങ്ങനെ സ്വപ്നം കണ്ടത് ഓർക്കുകയാണ് കേട്ടോ. ആ മീനിനോട് ഐ ലവ് യു പറഞ്ഞതും മീനും ഇങ്ങനെ ദേഷ്യപ്പെട്ടതും. ഇത് പറയാനാണോ നീ എന്നെ ഇത്രയും ദൂരം കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ മീന് ചോദിച്ചതും. ഇതാണോ സർപ്രൈസ്? എന്തൊരു ധൈര്യത്തിലാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിൻ്റെ കൂടെ കഴിയാൻ എനിക്ക് പറ്റില്ല, ഞാൻ വീട്ടിലേക്ക് പോവാം, തിരികെ വിളിക്കാൻ വരരുതെന്ന് പറഞ്ഞ് മീന് പോയതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ മിന്നി മാഞ്ഞ് പോവാണ് അർജുൻ്റെ. അങ്ങനെ മീന് ചോദിക്കണം കേട്ടോ, എന്ത് പറ്റി, എന്താ മിണ്ടാതിരിക്കുന്നത്? പറയാനുള്ളത് എന്നോട് പറയുന്നില്ലല്ലോ. പറയാം, വേഗം പറ അർജുൻ. പറഞ്ഞാൽ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കൊരു ടെൻഷൻ എന്ന് പറയാണ് കേട്ടോ. എന്തിനാ ടെൻഷൻ? ഞാനല്ലേ, ഒന്ന് പറയാം അർജുൻ. പറയാം, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. ഓ, അർജുൻ്റെ ഒരു കാര്യം, ശരി പോയിട്ട് വാന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അർജുൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകുന്ന ഗൗതമിനെയാണ് കേട്ടോ. പെട്ടെന്ന് ഗൗതമി ഇങ്ങനെ കോൾ വരാണ്. അഖില വിളിച്ചിട്ട് ചോദിക്കാണ്, ഗൗതം നീ എവിടെയാണ് ഉള്ളത്? ബാറിലാണോ? ആ അതെ. മതി കുടിച്ചത്, വീട്ടിലേക്ക് വാ, ഭക്ഷണം കഴിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കളിയാക്കും പോലെ ചോദിക്കുകയാണ് കേട്ടോ. നമുക്ക് ഒന്നിച്ച് കഴിക്കാം, വാ ഗൗതം. അപ്പോൾ ഗൗതം ദേഷ്യത്തിൽ ചോദിക്കണം, ഞാൻ നിൻ്റെ കൂടെ ഇരുന്നാണോ കഴിക്കുന്നത്? എന്നത്തെ പോലെയാണോ ഇന്ന്? വേഗം വാ എന്നൊക്കെ പറയാണ് കേട്ടോ. നീ അധികം കൊഞ്ചല്ലേ, നിൻ്റെ നമ്പറൊക്കെ എൻ്റെ അടുത്ത് വേണ്ട. നമ്പറോ? സ്നേഹം കൊണ്ട് തന്നെ ഞാൻ വിളിക്കുന്നത്. നിന്നെ എനിക്ക് കാണണമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ അഖില. 25 കിസ് തരുമ്പോൾ നീ ഓർക്കണമായിരുന്നു. ഷോ, ഇത് ശല്യമായല്ലോ എന്ന് പറയാൻ കേട്ടോ. നീ വരില്ലേ? ഞാൻ ആ വീട്ടിലേക്കേ വരുന്നില്ല. അങ്ങനെ പറയല്ലേ, നീ എവിടെയാണോ അവിടെ വരും ഞാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഗൗതം. അപ്പോൾ ഗൗതം പറയാണ്, എനിക്ക് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അഖില ഇതെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ ചിരിക്കുവാണ്. അങ്ങനെ ഗൗതം ഇങ്ങനെ ആലോചിക്കുകയാണ്, 25 കിസ്സോ, ഇതൊക്കെ നടന്നത് തന്നെയാണോ? അതിനുശേഷം അർജുനെയാണ് കേട്ടോ കാണിക്കുന്നത്. അർജുൻ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുവാണ്. അപ്പോൾ നമ്മുടെ മീനും ഇങ്ങനെ കടലൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അർജുൻ ഇങ്ങനെ മനസ്സിൽ പറയാം, എന്തിനാണ് അർജുൻ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവളോട് എന്തായാലും പറഞ്ഞാലേ പറ്റുള്ളൂ, നീ ചെല്ലടാ എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ സ്വയം ആശ്വസിപ്പിക്കുകയാണേ. അങ്ങനെ ധൈര്യം സംഭരിച്ച് അർജുൻ ഇങ്ങനെ മീനിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ മീന് ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു? വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് പോയിട്ട്. പക്ഷേ അർജുൻ ഇങ്ങനെ മീനിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീന് ചോദിക്കുകയാണ്, എന്താ അർജുൻ, എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? പെട്ടെന്ന് അർജുൻ പറയാണ്, ഐ ലവ് യു മീനു, ഞാൻ നിന്നെ പ്രണയിക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇതൊക്കെ കേട്ട് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ മീനു. എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, ഈ ജന്മം മാത്രമല്ല 7 ജന്മവും നിൻ്റെ കൂടെ ജീവിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. നിൻ്റെ മനസ്സിൽ ഞാനുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കണം, പ്രണയിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാണ് കേട്ടോ അർജുൻ. മീനു ഇതെല്ലാം കേട്ടിങ്ങനെ സന്തോഷിച്ചിങ്ങനെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ അർജുൻ ചോദിക്കുകയാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണ് മീനു, നിൻ്റെ മനസ്സിൽ ഞാനുണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിൻ്റെ ഈ ചിരിയിലെല്ലാം ഉണ്ട്, എന്നാലും എന്തെങ്കിലും പറ മീനു, എനിക്ക് കേൾക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. നിനക്കെന്നെ ഇഷ്ടമല്ലേ മീനു? ഐ ലവ് യു മീനു എന്ന് പിന്നെയും പറയാണ് കേട്ടോ അർജുൻ. ഇതെല്ലാം കേട്ടിങ്ങനെ സന്തോഷത്തോടെ കരയാണ് മീനു. എടോ സത്യം ഞാൻ പറയുന്നേ, എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, എന്നെയും എൻ്റെ പ്രണയത്തെ നീ സ്വീകരിക്കില്ലേ? അപ്പോൾ മീനു പറയാണ്, എൻ്റെ മനസ്സിലും നീ മാത്രമേ ഉള്ളൂ അർജുൻ, ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് അർജുൻ, ജീവന തുല്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ അർജുൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, ജീവിതാവസാനം വരെ നിൻ്റെ കൂടെ ജീവിക്കണം, അതാ എൻ്റെ ആഗ്രഹം, ഐ ലവ് യു അർജുൻ. ഇതെല്ലാം കേട്ടിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ അർജുനും. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇങ്ങനെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉമ്മറത്തിരിക്കുന്ന നിഹാരമോളെയാണ് കേട്ടോ. അപ്പോൾ നിഹാരയുടെ അമ്മ വന്നിട്ട് ചോദിക്കണം, എന്താ മോളെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? മീനു ടീച്ചർ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ? എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല അമ്മേ. മോൾ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കല്ലേ? മീനു ടീച്ചർ പറഞ്ഞതല്ലേ അത് മറക്കണം, ധൈര്യത്തോടെ ഇരിക്കണം, ഉത്സാഹത്തോടെ പഠിക്കണം എന്നൊക്കെ. ശരി, നമുക്കിപ്പോൾ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് എണീക്കണം കേട്ടോ. അപ്പോൾ ഒരു കാറിൽ ഇങ്ങനെ നിഹാരയുടെ അച്ഛൻ ഇങ്ങനെ മദ്യപിച്ച് വന്ന് ഇറങ്ങുവാണ്. കൂടെ നമ്മുടെ അഞ്ജലി ഉണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജലി അങ്ങനെ നിഹാരയുടെ അച്ഛനായിട്ട് വരുന്നത് കണ്ട് ഇയാൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ് നിഹാരയുടെ അമ്മ.
അഞ്ജലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഇതാ ഇവളുടെ വകയായിരുന്നു ചെലവ്, ഞാൻ ആദ്യമായിട്ട് ഇത്രയും വില കൂടിയ മദ്യമൊക്കെ കഴിക്കുന്നത്. ഓഹോ, അപ്പം നീയാണല്ലേ ഇങ്ങേർക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തത്. സോറി ചേച്ചി, എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ വാങ്ങി കൊടുക്കാതിരിക്കാൻ കണ്ടി കഴിഞ്ഞില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നിഹാരമോളെ നോക്കിയിട്ട് അഞ്ജലി പറയാണ്, മോളെ സാരമില്ല കേട്ടോ, ഒക്കെ മറന്നേക്ക്, ധൈര്യമായിട്ട് ഇരിക്കണം, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നിഹാരയുടെ അമ്മ പറയാണ്, ഇതൊക്കെ തന്നെ മീനു ടീച്ചറും പറഞ്ഞത്, പക്ഷെ അവൾക്കൊന്നും മറക്കാൻ പറ്റുന്നില്ല, എപ്പോഴും കരച്ചില്ല. സാരില്ല, ഒക്കെ ശരിയാവും, മോൾ അകത്തേക്ക് ചെല്ലെന്ന് പറഞ്ഞ് അകത്തേക്ക് പറഞ്ഞു വിടാണ് കൊച്ചിനെ. ആരാന്ന് പറഞ്ഞില്ല. അപ്പോൾ അഞ്ജലി പറയണേ, എൻ്റെ പേര് അഞ്ജലി, ശേഖരൻ കോൺട്രാക്ടറുടെ മകളാണ്. നിഹാരയുടെ അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, നിങ്ങളുമായിട്ട് കൂടി ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണ്. ഞാൻ സത്യമാഷിൻ്റെ ഭാര്യയുടെ ഫ്രണ്ടാ, അവളെ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ ദേഷ്യത്തോട് ചോദിക്കണേ, എന്താ കാര്യം. അപ്പോൾ നിഹാരയുടെ അച്ഛൻ പറയാണ്, നിഹാരിനെ കൊണ്ട് മൊഴി മാറ്റി പറയണം, അത് എന്നെ കാര്യം. ഓഹോ, ഇതിനാണ് ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന്. അപ്പോൾ അഞ്ജലി പറയാണ്, സത്യമാഷിൻ്റെ കയ്യിൽ നന്നായിട്ട് കാശുണ്ട്, കേസുമായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ നിങ്ങളുടെ കയ്യിൽ എന്തായാലും കാശില്ല. എന്തായാലും കേസ് ജയിച്ചിട്ട് അദ്ദേഹം പുറത്തിറങ്ങും. കേസ് തോറ്റിറങ്ങുന്നത് നിങ്ങൾക്ക് കാശും നഷ്ടം, മാനവും നഷ്ടം. കേസ് തുടർന്ന് പോകുന്നത് നിങ്ങളുടെ കുട്ടിക്കും ദോഷം ചെയ്യും. മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരും, അപമാനിക്കപ്പെടുകയും ചെയ്യും. അവരുടെ ഭാവിയെ ബാധിക്കും. എന്നും ഈ വിഷയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നൊക്കെ പറയാൻ കേട്ടോ. ഇപ്പോൾ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഈ വിഷയം മറക്കും. മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ തരാമെന്നാണ് സത്യമാഷിൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത്. കാശ് ഞാൻ വാങ്ങിത്തരാം. അപ്പം നിഹാരയുടെ അമ്മ പറയണ പറ്റില്ല. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ അഞ്ജലി ഇങ്ങനെ നിഹാരയുടെ അമ്മേനെ കൺവിൻസ് ചെയ്യാൻ നോക്കണം കേട്ടോ. പിന്നെ നിഹാരയുടെ അച്ഛൻ ചോദിക്കേണ്ടത്, സത്യമാഷിൻ്റെ ഭാര്യ എന്നല്ല കാശ് ഇറക്കണത്, നീ തന്നെയാ, എന്താ നിനക്ക് ഇതിലുള്ള ലാഭം എന്ന് പറയാൻ കേട്ടോ. ലാഭമൊന്നുമില്ല, ഞാനേ ഈ കൊച്ചിൻ്റെ കാര്യം മാത്രമേ ഓർത്തോളൂ. നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ഭാവിക്ക് ഏതാണ് നല്ലത്, ഏതാണ് ലാഭം എന്ന് നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ആലോചിക്കുന്നൊക്കെ പറയാൻ കേട്ടോ. ടൈം എടുത്തോ, ഞാൻ വെയിറ്റ് ചെയ്യാം, തീരുമാനം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. 10 ലക്ഷം കാറിലുണ്ട്, കൊച്ചിനെ കൊണ്ട് മൊഴി മാറ്റി സമ്മതിക്കാമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ കാശ് നിങ്ങൾക്ക് ഇപ്പം തരുമെന്ന് പറയാണ്. ഇത് കേട്ട് അവരുടെ രണ്ടുപേരുടെ മനസ്സ് ചെറുതായിട്ടൊന്നും ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് കാഞ്ചനേനെയാണ് കേട്ടോ. കാഞ്ചന ഇങ്ങനെ അർജുനും മീനും എന്താ വരാത്തതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാഞ്ചനേനോട് പ്രഭാവതി വന്നിട്ട് പറയാണ്, നീ ഇവിടെ ഇരിക്കണോ, അടുക്കളയിൽ പണിയുണ്ട്, അങ്ങോട്ടേക്ക് വാ. അമ്മ ഇത്ര നേരമായിട്ടും അവർ രണ്ടുപേരും വന്നില്ലല്ലോ, അമ്മ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവരോട് എന്തായാലും ചോദിക്കണമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ അർജുനും മീനും അപ്പോഴേക്കും ബൈക്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വരുവാണ്. ദേ വരുന്നുണ്ട്, ചോദിക്കുക അവരോട് എവിടെ പോയതാണെന്ന്. എന്നിട്ട് പറയാണ്, കണ്ടോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ചേർന്നിരിക്കുന്നുണ്ട്. വീട്ടിലേക്ക് കയറാൻ പോകുമ്പോൾ ഇങ്ങനെ അമ്മയും കാഞ്ചന ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് അർജുൻ വേഗം തന്നെ ഇങ്ങനെ മീനിൻ്റെ അടുത്ത് പോകല്ലേ, ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞ് മീനിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ് കേട്ടോ. മുഖത്തൊക്കെ ഇങ്ങനെ തഴുകി തലോടൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ പ്രഭാവതിക്ക് എന്തോ ആടിയത്, പിന്നെ എന്തോ ഈ കാണിക്കുന്നേ ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖം തിരിക്കുകയാണ് കേട്ടോ. ഓ ശൃംഗരിക്ക, ഇന്ന് രാവിലെ പോയി തുടങ്ങി കാണുന്നതാ, ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാ, എന്നിട്ട് മാറിയില്ല ഇവരുടെ. അപ്പോൾ മീനും ഇങ്ങനെ പറയണ്ട കേട്ടോ, രണ്ടുപേരും ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയാണ്, നോക്കട്ടെ, അതിന് വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെ അഭിനയിക്കുന്നത്, എന്നെ കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മീനുവിനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ അകത്തേക്ക് കയറാണ് കേട്ടോ. എന്നിട്ട് അവരോട് ചോദിക്കണേ, ഹായ് അമ്മ, ഹായ് ചേച്ചി, എന്താ നിങ്ങളിങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്. അപ്പോൾ കാഞ്ചന ചോദിക്കുകയാണ്, രാവിലെ തുടങ്ങി ഇറങ്ങിപ്പോയതല്ലേ, എന്നിട്ട് ഇപ്പോഴാണ് കയറി വരുന്നത്. അത് ശരി, എൻ്റെ ഭാര്യനെയും കൂട്ടി പുറത്ത് പോകണേന് ഞാൻ എന്തിനാ അനുവാദം ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കാൻ കേട്ടോ പ്രഭാവതി. അപ്പോൾ പറയാണ്, ഞങ്ങൾ ബീച്ചിൽ ഞങ്ങളിങ്ങനെ കറങ്ങി നടന്ന ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാനേ തോന്നിയില്ല. ഞങ്ങളെ രണ്ടുപേരും ഇപ്പോൾ നല്ലൊരു റൊമാൻറ്റിക് മൂഡിലാണ്, അത് വെറുതെ നശിപ്പിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ദുഷ്ടത്തരം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും, ഞങ്ങൾ അകത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് മീനിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അർജുൻ അകത്തേക്ക് പോവാണ്. എന്നിട്ട് പോകുന്ന പോക്കിൽ വാതിക്ക് എത്തിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിന്നുകൊണ്ട് അമ്മയുടെ അടുത്തും കാഞ്ചനയുടെ അടുത്തും പറയാണ്, പിന്നെ 6 മാസത്തിനുള്ളിൽ സന്തോഷം അറിയിക്കണ്ടേ, ഞങ്ങളെ അതിനുള്ള ശ്രമത്തിലാണ് എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട് ഇങ്ങനെ ഞെട്ടി പ്രഭാവതി ഇങ്ങനെ കാഞ്ചനേനെ നോക്കുകയാണ്, കാഞ്ചന പ്രഭാവതിനെ നോക്കണം കേട്ടോ. അങ്ങനെ നേരെ നമ്മുടെ മീനു അഖിലയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലണം. അഖില ഇങ്ങനെ ടേബിളൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ട് ഇങ്ങനെ അടുക്കളയിൽ എഴുതി നിൽക്കുവാണ്. ആഹാ വന്നോ, എവിടെയായിരുന്നു ഇത്ര നേരം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മീനുവിൻ്റെ മുഖത്ത് ഫുള്ള് നാണാണ് കേട്ടോ. അപ്പോൾ അഖില ചോദിക്കേണ്ടത്, നല്ല സന്തോഷത്തിലാണല്ലോ, മുഖമൊക്കെ നല്ല ബൾബ് പോലെ പ്രകാശിക്കുന്നു, അടുത്ത കാലത്തൊന്നും ഇത്രയും സന്തോഷം ഞാൻ കണ്ടിട്ടില്ല, എന്താ ഉണ്ടായേ പറയേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മീനിങ്ങനെ നാണത്തോടെ പറയാണ്, ഒന്നുമില്ല, ഇന്ന് അർജുൻ എന്നെ ബീച്ചിൽ കൊണ്ടുപോയിരുന്നു, അതിനിപ്പോൾ എന്താ, ബീച്ചിൽ വെച്ചിട്ട് എന്താ ഉണ്ടായെന്ന് ചോദിക്കാൻ കേട്ടോ അഖില. സന്തോഷം കൊണ്ട് ഇങ്ങനെ മീനു ഇങ്ങനെ പറയാണ്. ഇതിൽ വെച്ച് ഐ ലവ് യു എന്ന് അർജുൻ പറഞ്ഞ കാര്യങ്ങളോ മീനു തിരിച്ചും പ്രണയിക്കുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഖില എന്നോട് പറയാൻ കേട്ടോ. ഇത് കേട്ട് അഖില ചോദിക്കണം, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സത്യമാണോ ചേച്ചി ഇത്? സത്യം, ഞങ്ങൾ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞു. അയ്യോ സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യെന്നൊക്കെ പറയാൻ കേട്ടോ അഖില. ഇത് പറയാൻ ഞാൻ എത്ര പ്രശ്നം പറഞ്ഞതാ, കൊടുക്കുക ഇന്ന് അത് നടന്നത്. ഇതെല്ലാവരോടും പറഞ്ഞോ, ചുമ്മാ ഇരിക്കടി, ഇത് ഞാൻ എന്തിനാ എല്ലാവരോടും പറയുന്നത്, നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നീ മറ്റാരോടും പറയണ്ടെന്ന് പറയാൻ കേട്ടോ. പ്രണയം തുറന്നു പറഞ്ഞതിന് ശേഷമാണ് വിവാഹം നടക്കുന്നത്, ഇതിപ്പോൾ വിവാഹത്തിന് ശേഷമാണ് പ്രണയം തുറന്നു പറയുന്നത്.
ഇനിയൊരു കുഞ്ഞുമാവിനെ പ്രതീക്ഷിക്കാലോ അല്ലേ? പൊടി അവിടെ നിന്ന് വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാളത്തോടെ കയറി പോകാൻ കേട്ടോ നമ്മുടെ ബീനു. അടുത്ത സീനിൽ കാണിക്കുന്ന മുത്തശ്ശനെയാണ് കേട്ടോ. മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അർജുൻ്റെ കൂട്ടുകാരൻ ഓടി വന്നിട്ട് പറയാണ്, മീനും അർജുനും വന്നോ, അവൻ പ്രണയം തുറന്നു പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അർജുൻ വരുവാണ് കേട്ടോ. എന്താടാ നീ പറഞ്ഞോ? അപ്പോൾ അർജുൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കും പോലെ അഭിനയിക്കുകയാണ് കേട്ടോ. എവിടെ അവൻ്റെ മുഖഭാവം കണ്ടാൽ അറിഞ്ഞൂടെ അവൻ പറഞ്ഞിട്ടില്ലെന്ന്. അങ്ങനെ എപ്പിസോഡ് തീരുവാണ് കേട്ടോ.